ഇന്നത്തെ റെസിപ്പി സ്മൂത്തീസ് ആണ്. നമ്മൾ രണ്ട് രീതിയിലുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഒരു ബനാന സ്മൂത്തിയും അതേപോലെ ഓറഞ്ച് സ്മൂത്തിയും. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബനാന സ്മൂത്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു റോബസ്റ്റ പഴം നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തണുപ്പിച്ചെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ബദാമും ഒരു ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓട്സ് ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേന് ചേർത്ത് കൊടുക്കുക. തേന് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൾറെഡി ഇതിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെ എല്ലാം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് തൈരാണ്. നല്ല കട്ടി തൈരാണ്. പുളി കുറഞ്ഞ നല്ല കട്ടി തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബനാന ഓട്സ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഓറഞ്ച് സ്മൂത്തിയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഓറഞ്ച് സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പം ഓറഞ്ചിൻ്റെ അല്ലി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഓറഞ്ചിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് നമുക്കിതിനെ അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. ഈ തേന് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഓറഞ്ച് സ്മൂത്തി കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 സ്മൂത്തിയുടെ മുകളിലും കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാം.